കാസർഗോഡ് DFO ജോസ് മാത്യുവിനെ സ്ഥലം മാറ്റി ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെയാണ് സ്ഥലം മാറ്റം. കാസർഗോഡ് DFOയുടെ ചുമതല ഫോറസ്റ്റ് കൺസർവേറ്റർ രാജീവൻ എമ്മിന് നൽകിയിട്ടുണ്ട്. സിജു കണ്ണനാണ് ചേരുന്നത്. സിജു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വന്നതിന് പിന്നാലെ ഇപ്പോൾ നടപടിയും ഉണ്ടായിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? പക്ഷേ കാസർഗോഡ് DFOക്കെതിരെ വകുപ്പ് തല നടപടിയെടുത്തിരിക്കുകയാണ്. ജോസ് മാത്യുവിനെ DFO സ്ഥാനത്ത് നിന്ന് നീക്കി ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് കഴിഞ്ഞ ദിവസം ജോസ് മാത്യുവിനെതിരെ കേസെടുത്തിരുന്നു. കേസെടുത്തതിന് പിന്നാലെയാണ് വകുപ്പ് തല നടപടിയിലേക്ക് വനം വകുപ്പ് കടന്നത്. കണ്ണൂർ SCF M രാജീവന് പകരം DFOയുടെ ചുമതല നൽകിയിട്ടുണ്ട്. താൽക്കാലിക ചുമതലയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 22-ാം തീയതി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ഓഖ എക്സ്പ്രസിൽ വെച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി സ്ത്രീകളോട് ലൈംഗിക ചേഷ്ടകൾ, അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന പരാതിയിലാണ് ആ കേസ്. കാസർഗോഡ് റെയിൽവേ പോലീസാണ് കേസെടുത്തത്. കാസർഗോഡ് സ്റ്റേഷനിൽ വണ്ടി എത്തിയ സമയത്ത് വാഹനത്തിൽ പരിശോധന നടത്തുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയായിരുന്നു. സ്ത്രീകളുടെയും മറ്റും അന്തസ്സ് ഹനിക്കുന്ന തരത്തിൽ കൈകൊണ്ടും വായകൊണ്ടും മറ്റുമായി ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നാണ് ആ കേസിൽ പറയുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കാസർഗോഡ് DFOയ്ക്കെതിരെ വകുപ്പ് തല നടപടിയെടുത്തിരിക്കുന്നത്. അക്ഷയ്.